യു ശ്രീനിവാസൻ, എത്രയോ പ്രതിഭകളുണ്ട്. ഈ പ്രതിഭയൊക്കെ ഒറ്റ ജന്മങ്ങളിൽ ഉണ്ടാക്കിയതാണ്. യേശുദാസ് മ്യൂസിക് കോളേജിൽ പഠിച്ചുകൊണ്ടാണ് ഇത്രയും സുന്ദരമായിട്ട് പാടുന്നത്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണല്ലോ, നമ്മളൊരു ഉയർന്ന തലത്തിൽ, ഉയർന്ന ഡയമെൻഷനിൽ നമ്മൾ സെറ്റിലായി. അപ്പോൾ ഇതെങ്ങനെയാണ് സമാധി അവസ്ഥയിൽ ആയിട്ട് കണക്ട് ചെയ്യുന്നത്? സമാധി തന്നെ ജനറലായിട്ട് പറയുന്നത് സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി. റേക്കി അറ്റ്യൂൺമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. ഇപ്പം മറ്റു പല കാര്യങ്ങളും നമുക്കിപ്പോൾ ഈവൻ വേദാന്തം അല്ലെങ്കിൽ ഒരു പരിധിവരെ മെഡിറ്റേഷൻ, അതൊരു പ്രോസസ്സല്ല. അറ്റ്യൂൺമെൻറ്റ്, റേക്കി അറ്റ്യൂൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. ഒരു ആചാര്യൻ ചെയ്യുന്ന, അല്ലെ റേക്കി മാസ്റ്റർ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അത് നമ്മൾ ഓൺലൈൻ ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്നല്ല, ആ ഒരു അനുഭൂതി, അല്ലെ ആ റിലാക്സ്ഡ് മൂഡ്, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുക. നമ്മൾ അറ്റ്യൂൺമെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ചെയറിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോ മൂവ്മെൻറ്റ്സും, അദ്ദേഹത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സും ആൽഫാ സ്റ്റേറ്റിലേക്ക് പോകും. ആൽഫാ സ്റ്റേറ്റ് തുരിയ അവസ്ഥ, അല്ലെങ്കിൽ ചില തുരിയ അതീത അവസ്ഥയിലേക്കൊക്കെ പോയി അറ്റ്യൂൺമെൻറ്റിൽ. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് കണ്ട് നമ്മൾ വാച്ച് ചെയ്ത് ഏതൊക്കെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, പിന്നെ അവരുടെ എക്സ്പീരിയൻസ് അവർ പറയുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് നേരിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണോ, അതോ ഓൺലൈനായിട്ട് ഇതൊന്നും അറിയാൻ മേലാതെ ഒരാളെ പിടിച്ചിരുത്തി കണ്ണുടച്ച് ഇതൊക്കെ ചെയ്യുന്നതാണോ നല്ലത്? അത്ര ഓൺലൈൻ ചെയ്തോളൂ, ഓൺലൈൻ ചെയ്യാവുന്നവർക്ക് ചെയ്യാം, ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ഐ പേഴ്സണലി ചെയ്യുന്നത് ഓഫ്ലൈനാണ്. ഡയറക്റ്റായിട്ട് വരണം, ഡയറക്റ്റായിട്ട് പഠിക്കുന്നത്. സർ, റേക്കി എങ്ങനെയാണ് സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത്? അത് എന്താണ് സ്പിരിച്വാലിറ്റി എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ഡെവലപ്മെൻറ്റിന്, അതായത് നമ്മുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിന്, ഹോൾസമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നത് എന്തും, എസ്പെഷ്യലി നമ്മുടെ കോൺഷ്യസ്നെസ്സിൻ്റെ ഡെവലപ്മെൻറ്റിന്, ഹയർ ഡയമെൻഷൻസ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് പോകാൻ സഹായിക്കുന്നത് എന്തും സ്പിരിച്വാലിറ്റിയാണ്. എന്തും, വാട്ട് എവർ ഇറ്റ് ഈസ്. ആ ആസ്പെക്റ്റിൽ റേക്കി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. കാരണം ഇത് നമ്മൾ നാഡീശുദ്ധി വന്നു കഴിയുമ്പോൾ, നമ്മുടെ ചക്രാസ് പ്യൂരിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാവും. മനസ്സ് ശുദ്ധമാകുമ്പോൾ നല്ല ചിന്തകൾ വരും. നല്ല ചിന്തകൾ വരുമ്പോൾ ഈ ലോകത്തെ നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. ഈവൻ മണി, പൈസ എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള, വെൽത്ത് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫിനോമിനനാണ് ലോകത്ത്. അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. പിന്നെ ഹെൽത്ത് നമ്മൾ റീഗെയിൻ ചെയ്യും. ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മളിലേക്ക് വരും. പിന്നെ ഹെൽത്തി ഫുഡ് കഴിക്കാനുള്ള പ്രവണതയുണ്ടാവും, സാത്വികമായിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ള പ്രവണതയുണ്ടാവും. അങ്ങനെ പല നല്ല നല്ല മാറ്റങ്ങളും റേക്കി ഉണ്ടാക്കും. അതാണ് സ്പിരിച്വൽ പാത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണല്ലോ, നമ്മളൊരു ഉയർന്ന തലത്തിൽ, ഉയർന്ന ഡയമെൻഷനിൽ നമ്മൾ സെറ്റിലാകുക. അതാണല്ലോ സ്പിരിച്വാലിറ്റി. തീർച്ചയായിട്ടും റേക്കിക്ക് അതിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റേക്കി മൾട്ടി ഡയമെൻഷണലാണ്. അത് സോഷ്യൽ, പേഴ്സണൽ, മറ്റ് മെൻ്റൽ, എമോഷണൽ, ഇൻ്റലക്ച്വൽ, പിന്നെ സാംസ്കാരികം, ഈവൻ കൾച്ചറലായിട്ടുള്ള മാറ്റങ്ങളും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും റേക്കിക്ക് ഒരാളിൽ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ടോട്ടലി സ്പിരിച്വലാണ് റേക്കി. സർ, റേക്കി എങ്ങനെയാണ് മെഡിറ്റേഷനായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത്? ഈ ധ്യാനാവസ്ഥയുടെ ഒടുവിലാണ് നമുക്ക് സമാധിയാവസ്ഥ എന്നുകൂടി പറയുന്നത്. അപ്പം ഈ റേക്കിയിൽ ഈ ധ്യാനാവസ്ഥ, അതായത് മെഡിറ്റേഷനും സമാധിക്കും ഉള്ള പങ്ക് എന്താണ്? ശരിക്കും റേക്കി അറ്റ്യൂൺമെൻറ്റിൽ സംഭവിക്കുന്നത് ധ്യാനമാണ്. കാരണം ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുരീയം, ഇങ്ങനെ 4 അവസ്ഥകളാണ് ജനറലായിട്ട് നമ്മുടെ വേദാന്ത ശാസ്ത്രത്തിലും തന്ത്രശാസ്ത്രത്തിലും പറയുന്ന 4 അവസ്ഥകളാണ്. അപ്പോൾ ഇതിൽ തുരീയാവസ്ഥ എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്കാണ് അറ്റ്യൂൺമെൻറ്റിൽ ഒരു പഠിതാവ്, അല്ലെ ക്ലയൻറ്റ്, അല്ലെ രോഗി കിടക്കുന്നത്. അത് ആൽഫാ സ്റ്റേറ്റ്. നമ്മൾ സിൽവ മെഡിറ്റേഷനിലും മറ്റുപോലെ വെസ്റ്റേൺ മെഡിറ്റേഷൻസിലും ആൽഫാ സ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ ഈ ആൽഫാ സ്റ്റേറ്റിൽ നമ്മൾ എന്ത് കമാൻഡ് കൊടുത്താലും, അഫർമേഷൻ കൊടുത്താലും ഇറ്റ് വിൽ കം, ഇറ്റ് വിൽ വർക്ക്. അതാണ് ആ സ്റ്റേറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് മറ്റ് മെഡിറ്റേഷനിൽ നിന്നും ഈ റേക്കി അറ്റ്യൂൺമെൻറ്റിൻ്റെ ഒരു വലിയ പ്രത്യേകത അതാണ്. അപ്പോൾ റേക്കി മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ തലയിൽ സ്പർശിച്ചുകൊണ്ട് ചില കമാൻഡ്സ് കൊടുക്കും,
ചില അഫർമേഷൻസ് കൊടുക്കും. ആ അഫർമേഷൻസ് സ്ലോലി അതിൽ വർക്ക് ചെയ്യും. അതാണ് അത് മെഡിറ്റേഷനുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ഇതെങ്ങനെയാണ് സമാധി അവസ്ഥയിൽ ആയിട്ട് കണക്ട് ചെയ്യുന്നത്? സമാധി എന്ന് പറഞ്ഞാൽ തുരീയാതീത അവസ്ഥ. ഇപ്പം സമാധി തന്നെ ജനറലായിട്ട് പറയുമ്പോൾ സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി. അപ്പോൾ സവികൽപ്പ സമാധിയിൽ നമുക്ക് തോട്ട്സ് ഉണ്ട്, ചിന്തകൾ നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. പക്ഷേ ഇതിനെ ഒരു ഉയർന്ന തലത്തിൽ നിന്ന് നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സവികൽപ്പ സമാധി എന്ന് പറയുന്നത്. നിർവികൽപ്പ സമാധി ഇപ്പം ബുദ്ധൻ്റെയൊക്കെ നിർവ്വാണാവസ്ഥ, അല്ലെ പലരും പല ആൾക്കാരും ആ ഒരവസ്ഥ, അതായത് ഒരു ചിന്തയുമില്ല, ഒന്നുമില്ല, ശുദ്ധശൂന്യത, അതാണ് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ബുദ്ധനും ശങ്കരനും തമ്മിൽ, ആദിശങ്കരനും തമ്മിലൊരു ഇത് വന്നത്. കാരണം ബുദ്ധൻ പറഞ്ഞു ശുദ്ധശൂന്യതയാണ്, ഒന്നുമില്ല. അപ്പോൾ ശങ്കരൻ ചോദിച്ചു അതെവിടെയാണ് ആ ശുദ്ധശൂന്യത നിലനിൽക്കുന്നത്? നിങ്ങളിലല്ലേ? അപ്പോൾ നിങ്ങളുണ്ടല്ലോ. അതിനെ അദ്ദേഹം ബ്രഹ്മം എന്ന് വിളിക്കും. ആ ബ്രഹ്മം തന്നെയാണ് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം എന്നും ശങ്കരൻ വാദിച്ചപ്പോൾ ബുദ്ധൻ ഉത്തരം മുട്ടി. അതാണ്, അങ്ങനെയാണ് ആദിശങ്കരൻ ആ കാലത്ത്, ആ കാലഘട്ടത്തിൽ, ഇപ്പോൾ ഇവരുടെ കാലഘട്ടം ഒക്കെ തർക്കമുണ്ട്, ശങ്കരൻ്റെ കാലഘട്ടം ഏതായിരുന്നു. അങ്ങനെയാണ് ഭാരതത്തിലേക്ക് വളരെ ശക്തമായിട്ട് കടന്നു വന്ന് ഒരുപക്ഷെ ഈവൻ പല ക്ഷേത്രങ്ങളും വരെ മാറ്റിപ്പണിയാനുള്ള ഇതിൽ വന്ന ബുദ്ധിസത്തെ ശങ്കരൻ ഇത് ഇത്രയും വലിയൊരു കൾച്ചറാണ്, ഇത്രയും വലിയൊരു ഇതാണ്, അതിനാണ് അദ്ദേഹം അദ്വൈത ഫിലോസഫി അത്ര ശക്തമായിട്ട് അവതരിപ്പിച്ചത്. കാരണം ഉപനിഷത്തിൽ അത് മാത്രമൊന്നുമല്ല, ദ്വൈതമുണ്ട്, വിശിഷ്ടാദ്വൈതം എല്ലാം ഉണ്ട് അതിലുണ്ട്. പക്ഷേ ശങ്കരൻ അതിന് പ്രാമുഖ്യം കൊടുക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ ബുദ്ധി വൈഭവം, ആ പ്രതിഭ, അതുകൊണ്ട് അദ്ദേഹം ആഞ്ഞടിച്ചു. അപ്പോൾ അത് ബുദ്ധിസം പതുക്കെ, പക്ഷേ ബുദ്ധിസം നമുക്കുണ്ട്, ബുദ്ധിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് ശക്തമായിട്ടുണ്ട്. അത് വലിയൊരു ഫോഴ്സാണ് ബുദ്ധിസത്തിൻ്റെ ഫോഴ്സ്. ശങ്കരനോടായപ്പോൾ നമ്മൾ ഭാരതം അതിസമ്പന്നമായി, ആ റിച്ച്നെസ്, ആ ഒരു സ്പിരിച്വൽ റിച്ച്നെസ് അതാണ്. തീർച്ചയായിട്ടും. സർ, എന്താണ് കർമ്മ? ഇതേപോലെ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കർമാസ് ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെ റേക്കി വഴി നമുക്ക് ഹീൽ ചെയ്യാം? ഈ പറഞ്ഞ പോലെ ധ്യാനത്തെ പോലെ തന്നെ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് ഈ കർമ്മ എന്ന് പറയുന്നത്. പലരും കർമ്മ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനൊരാളെ ഒരു കല്ലെടുത്ത് എറിഞ്ഞു, വേറെവിടെങ്കിലും പോകുമ്പോൾ വേറൊരാളെന്നെ എടുത്ത് കല്ലെടുത്ത് എറിയും എന്ന രീതിയിലാണ് കർമ്മ ഓരോരുത്തരും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അല്ലെ ഇപ്പം ഞാനൊരാളെ കൊന്നു അബദ്ധത്തിലോ അല്ലെ അറിഞ്ഞുകൊണ്ടോ കൊന്നു, അപ്പോൾ വേറൊരാളെന്നെ അടുത്ത ജന്മത്തിലോ അല്ലെ വേറെ എപ്പോഴോ വന്ന് എന്നെ കൊല്ലും. ഇങ്ങനെയൊക്കെയാണ് കർമ്മ. പക്ഷെ അതല്ല കർമ്മ. ബേസിക്കലി ഇപ്പോൾ സ്വാമിജിയുടെ, ചിന്മയാൻ സ്വാമിജിയുടെ ഉദാഹരണം തന്നെ ഞാൻ കടമെടുത്ത് ഞാൻ പലയിടത്തും അത് തന്നെയാണ് പറയാറ്. കാരണം ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു കുട്ടി ആദ്യമായിട്ട് അച്ഛനുമായിട്ട് പുറത്തോട്ട് പോകും, ഒരു ബേക്കറിയുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ ലഡ്ഡു അവിടെ ഇരിക്കുന്നു, ഇവനറിയാമല്ലോ ലഡ്ഡു ആണ്, ഒരു മഞ്ഞ ഒരു സാധനം ഇരിക്കും. ഇവനിത് നോക്കുന്നു, 3 വയസ്സേ ഉള്ളൂ. അപ്പം ആ മഞ്ഞ കളർ കണ്ടപ്പോൾ ഒരു താല്പര്യം തോന്നി. അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഇതിരിക്കുന്നു, ഉരുണ്ടിരിക്കുന്ന ആ സാധനം വേണം. കുഞ്ഞല്ലേ. അപ്പോൾ അച്ഛൻ കയറി പൈസ കൊടുത്ത് അത് മേടിച്ച് അവനൊരെണ്ണം കൊടുത്തു. അവനത് കഴിച്ചു കുറച്ച് തിന്നു കഴിഞ്ഞപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു, ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. പിന്നെ സെക്കൻഡ് ടൈം അവൻ അതിലേ പോയപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കത് 2 എണ്ണം വേണം. 2 എണ്ണം മേടിച്ചു കൊടുത്തു. ഇവനത് 2 കഴിച്ചപ്പോൾ പിന്നെ അവന് ഇഷ്ടപ്പെട്ടു. പിന്നെ അവന് LKGയിലോ UKGയിലോ ഒക്കെ പോയി എപ്പോഴും ആ ബേക്കറിയുടെ അടുത്ത് പോകും, 5-6 എണ്ണം മേടിച്ച് അവൻ എങ്ങനെയെങ്കിലുമൊക്കെ അമ്മയോടോ അച്ഛനോടോ പൈസ മേടിച്ച് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് ദ വാസന എന്ന് പറയും. വാസനയാവും. ഈ വാസന എന്ന് പറഞ്ഞാൽ ജനറ്റിക് പാർട്ടിക്കിൾസാണ്, എനർജി പാർട്ടിക്കിൾസാണ്. അത് നമ്മുടെ ജീൻസിൽ സ്റ്റോർ ചെയ്യും. അതാണ് വാസന എന്ന് പറയുന്നത്. പിന്നെ ആ വാസന കൂടി അവരിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇത് തന്നെ കഴിച്ച് ഇതെല്ലാത്തിലും ആപ്ലിക്കബിളാണ് കേട്ടോ. ലഡ്ഡു അല്ല, മദ്യപാനത്തിലും എല്ലാത്തിലും ആപ്ലിക്കബിളാണ്. ഇതിങ്ങനെ കൂടി ഇറ്റ് ബിക്കംസ് എ സംസ്കാര, ഒരു സംസ്കാരമാവും. കാരണം ഒരു തരത്തിലും അതിൽ നിന്ന് ഒഴിയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ലഡ്ഡു തിന്നു ഇങ്ങനെ തിന്നു, പിന്നെ അവൻ ഹാപ്പൻസ് ഒരു ഡയബറ്റിക് ആയി, വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റായി. പക്ഷെ അപ്പോഴും അവൻ ഈ ടെൻഡൻസി, ഇൻഹറൻറ്റ് ടെൻഡൻസി എന്ന് പറയും, ആ ഇൻഹറൻറ്റ് ടെൻഡൻസി അവിടെ കിടക്കും ലഡ്ഡു കഴിക്കാനുള്ള. അപ്പോൾ അവന് ലഡ്ഡു കഴിച്ചേ പറ്റൂ. ഡോക്ടർ പറഞ്ഞു ലഡ്ഡു കഴിക്കരുത്, അല്ല മധുരം കഴിക്കരുത്, പക്ഷെ അവനത് കഴിച്ചേ പറ്റൂ. ദറ്റ് ആർജ് ബിക്കംസ് സ്ട്രോങ്. എന്നിട്ട് ഇവൻ പോകുമ്പോൾ, അല്ല ഇവൻ മരിച്ചു കഴിഞ്ഞോ, അല്ല ഇവൻ്റെ അടുത്ത ജന്മത്തിലോ അല്ല ഈ ജന്മത്തിൽ തന്നെയോ അവൻ ഇതിലേക്ക് എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കും. ഈ ഒരു കർമ്മ ചെയ്യാനുള്ള പ്രവണത ഇത് മറ്റ് കാര്യങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം.
എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. കൊല്ലുന്നവർക്കും മദ്യപിക്കുന്നവർക്കും അല്ലെ മറ്റത്തരത്തിലുള്ള സെൽഫ് ഹർട്ടിങ് നെഗറ്റീവ് ഹാബിറ്റ്സ് ഉള്ളവർക്കും ഇത് ആപ്ലിക്കബിളാണ്. അങ്ങനെയാണ് ഇത് നമ്മളെ പിടികൂടുന്നത്. ഈ കർമ്മ എന്ന് പറയുന്നത് പിടികൂടുന്നു. ഇത് ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് വരുന്ന കർമാസുണ്ട്. പാസ്റ്റ് ലൈഫിൽ നമ്മൾ ചെയ്തിരുന്നതാണ് ഈ ജന്മത്തിൽ കൂടുതൽ ചെയ്യുന്നു. ഇപ്പോൾ യേശുദാസ് ഇത്രയും സുന്ദരമായിട്ട് പാടുന്നത്, അല്ലെ ആദിശങ്കരന് 6-ാം വയസ്സിൽ വീട് വിട്ടത്, അല്ലെ നചികേതസിൻ്റെ സ്റ്റോറിയുണ്ട് 6-ാം വയസ്സിൽ വീട് വിട്ടത്. അങ്ങനെ എത്രയോ പേരുണ്ട്. യു ശ്രീനിവാസൻ, എത്രയോ പ്രതിഭകളുണ്ട്. ഈ പ്രതിഭയൊക്കെ ഒറ്റ ജന്മങ്ങളിൽ ഉണ്ടാക്കിയാണ്. യേശുദാസ് മ്യൂസിക് കോളേജിൽ പഠിച്ചുകൊണ്ടാണ് ഇത്രയും സുന്ദരമായിട്ട് പാടുന്നത്. അപ്പോൾ അതിങ്ങനെ കർമാസ് കിടക്കുകയാണ്. പലയിടത്തും ട്രൈ ചെയ്ത് പഠിച്ച് തെറ്റി അങ്ങനെ വരുന്ന കർമാസ് നമ്മുടെ ജീൻസിൽ എനർജി പാർട്ടിക്കിൾസായിട്ട് സ്റ്റോർഡാണ് DNA-യിൽ. അത് ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റ് വരുമ്പോൾ, അവസരം വരുമ്പോൾ അത് പുറത്തോട്ട് വരും. അതാണ് കർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ബാഡ് കർമാസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാളെ കൊല്ലുന്നു, അല്ലെങ്കിൽ ഹർട്ട് ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാരണം നമുക്ക് തന്നെ പ്രിക്കിങ്, കോൺഷ്യസ്നസ് പ്രിക്ക് ചെയ്യും, കോൺഷ്യൻസ് പ്രിക്കിങ് ഉണ്ടാവും, ഒരു കുത്തലുണ്ടാവും, ഗിൽറ്റ് ഉണ്ടാവും. ഈ ഗിൽറ്റ് തന്നെ ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഡിസീസുകൾ, ചിലത് മെൻ്റലായിട്ടുള്ള അബറേഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചർ, നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റോങ് കമാൻഡ്സ് കൊടുക്കുകയും ആകെ അവതാളത്തിലാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ആയുർവേദം പറയുന്നത് പൂർവ്വജന്മകൃതം പാപം രോഗാഭി ജായതേ, രോഗമായിട്ടത് മാറും. അത്രേ ഉള്ളൂ. അതാണ് കർമ്മ എന്ന് പറയുന്നത്. എങ്ങനെ ഹീൽ ചെയ്യും? കർമാസ് ഹീൽ ചെയ്യാനായിട്ട് അറ്റ്യൂൺമെൻറ്റിന് ശരിക്കും സാധിക്കും. പിന്നെ ഹീലിംഗ് അറ്റ്യൂൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് റേക്കിയിലുണ്ട്. അത് മറ്റേ റേക്കി 1, 2, 3, 4 അറ്റ്യൂൺമെൻ്റ് അല്ല. ഒരു കർമ്മ ഹീൽ ചെയ്യാനായിട്ട് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഹീലിംഗ് അറ്റ്യൂൺമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ടെക്നിക്സ് ഉണ്ട്. സെക്കൻഡ് ഡിഗ്രിയിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ചില ടെക്നിക്സ്, ചില സിമ്പിൾസ് ഉപയോഗിച്ച് നമ്മൾ കർമ്മയെ വിഷ്വലൈസ് ചെയ്ത് അതിനെ കട്ട് ചെയ്ത് കളയുന്ന, ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സ് റേക്കി സെക്കൻഡിൽ നമ്മൾ കാണും. അങ്ങനെയാണ് അതിനെ ഹീൽ ചെയ്യും. നമുക്ക് തന്നെയും ചെയ്യാം, റേക്കി ഹീലർക്കും ചെയ്യാം. റേക്കി ഹീലർക്കോ റേക്കി മാസ്റ്റർക്കോ അതും ചെയ്യാം. അങ്ങനെ കർമാസ് സ്ലോലി പിന്നെ തിക്കായിട്ടുള്ളത് കുറച്ച് ടൈം എടുക്കും, വളരെ ടൈം എടുത്ത്. അപ്പോൾ ഇത് ഹീൽ ചെയ്യപ്പെടുമ്പോൾ, ഈ കർമ്മ ഹീൽ ചെയ്യപ്പെടുമ്പോൾ രോഗങ്ങൾക്ക് ഇതിനോട് സ്ഥാനമില്ലാതെ വരും. പല രോഗങ്ങളും വിട്ടൊഴിയും. അങ്ങനെയാണ് കർമ്മ ഹീലിംഗ് ചെയ്ത് നമ്മൾ രോഗത്തിൽ നിന്ന് മുക്തരാകുന്നത്. സർ, നമ്മൾ ഈ പാസ് കർമ്മ, ഒരാളുടെ പാസ് കർമ്മ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ മാസ്റ്റർ ലെവലിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്, അതായത് ഇപ്പോൾ ഒരു ഗുരു ശിഷ്യ ബന്ധം എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു ശിഷ്യപ്പെടുമ്പോൾ തന്നെ ആ ശിഷ്യൻ്റെ എല്ലാ കർമാസും വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മാസ്റ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേക്കിയിൽ ഇത്തരത്തിൽ വരുന്ന ആൾക്കാരുടെ ആ ഒരു പാസ് കർമ്മ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ നമ്മൾക്കത് നെഗറ്റീവായിട്ട് ബാധിക്കില്ലേ? അതിനെന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഇടുന്നുണ്ടോ? തീർച്ചയായിട്ടും. റേക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. സാധാരണ റേക്കി മാസ്റ്റർ അല്ലെങ്കിൽ റേക്കി ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞ ഒരാൾ എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. നമ്മൾ പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യമാണ് പ്രൊട്ടക്ഷൻ. അതിനൊരു സിമ്പലുണ്ട്. അതിട്ട് നമ്മൾ 6 സൈഡും വെച്ച് ദിഗ്ബന്ധനം എന്ന് ഭാരതീയ തന്ത്രത്തിൽ പറയുന്ന സാധനമാണ്. അത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതുള്ള പാസ്റ്റ് ലൈഫോ ഇതൊക്കെ കർമ്മയൊക്കെ ഹീൽ ചെയ്യുമ്പോൾ നമ്മളത് ബാധിക്കില്ല, ഐഡിയലി ബാധിക്കില്ല. പിന്നെ പല മെത്തേഡ്സുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ പല മെത്തേഡ്സുണ്ട്. അതിനാണ് പറയുന്നത് നമ്മളൊരു നിമിത്ത ഭാവത്തിൽ ചെയ്യുക. ഈ മഹാഗുരുക്കന്മാരെല്ലാം അങ്ങനെ ചെയ്തിട്ടാണ് എത്രയോ എന്തെല്ലാം തരത്തിലുള്ള ഹീലിംഗ് അവർ ചെയ്തിട്ടുള്ളത്. അറിയാതെ തന്നെയാണ് സംഭവിക്കുന്നത്, സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് അവരെ എഫക്റ്റ് ചെയ്യില്ല. എന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥയിലേക്ക് റേക്കി മാസ്റ്റർ അല്ലെങ്കിൽ റേക്കി ഗ്രാൻഡ് മാസ്റ്റർ ഉയർന്നു കഴിഞ്ഞാൽ നിമിത്തമായിട്ട് ഇത് ചെയ്യും. ഞാനൊന്നും ചെയ്തിട്ടില്ല, അതാ മഹാശക്തി ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ ചെയ്താൽ ഒന്നും ബാധിക്കില്ല. സർ, എന്താണ് ഗോൾ മാനിഫെസ്റ്റേഷൻ? ഈ ഗോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണത് റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ചൊന്നും പറയാം. നമുക്ക് അംബീഷൻസ്, ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല. എല്ലാവർക്കും ഉണ്ട് ആഗ്രഹങ്ങൾ, തെറ്റുമല്ലത്. പല ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങൾ, പലരെ സംബന്ധിച്ചും വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, വെൽത്ത്, ഹെൽത്ത്, ഹാപ്പിനെസ്, സ്ട്രെങ്ത്, ജോയ്, ലക്ക്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നു ലൈഫിൽ. ഇത് റേക്കിയിൽ നമ്മൾ റേക്കി സെക്കൻഡൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് ഒരു പ്രയോഗമുണ്ട്, ഒരു ടെക്നിക്കുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതാണ് റേക്കി ബോക്സ്. ഇങ്ങനൊരു ബോക്സാണ്
റേക്കി ബോക്സ് എന്ന് പറയും. ഇത് പ്ലാസ്റ്റിക് ആവാം, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് കോപ്പറോ ബ്രാസോ ആണ്. ഇതൊരു ബോക്സ് എടുത്ത് അതിലേക്ക് ചില സിമ്പിൾസ് കൊടുത്ത് ഒരു പേപ്പറിൽ എഴുതി നമ്മൾ എന്താണോ നമ്മുടെ വാണ്ടിങ്, എന്താണോ നമ്മുടെ അംബീഷൻ, അത് എഴുതി ഒരു പ്രത്യേക തരത്തിൽ അതിനെ പ്രോഗ്രാം ചെയ്ത് നമ്മുടെ കയ്യിൽ വെച്ച് അതിന് റേക്കി എനർജി കൊടുത്ത് ഇതുപോലെ ഒരു ബോക്സിൽ ഇട്ട് അടച്ച് സീക്രട്ട് ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് എല്ലാ ദിവസവും അത് ചാർജ് ചെയ്താൽ ഓരോ അംബീഷൻസും നമുക്ക് അതിൻ്റേതായ ഒരു കാർമിക് പാറ്റേണിൽ, ഇപ്പോൾ ചില കാര്യം ഇപ്പോൾ ലോട്ടറി അടിക്കണം എന്നുള്ള ഒരു അംബീഷൻ ഞാനിതിൽ എഴുതിയിട്ടാൽ അതിന് അതിൻ്റേതായ ഒരു കാർമിക് ടൈം എടുക്കും, അതിൻ്റേതായ ഒരു കാർമിക്. അല്ലാതെ ചില കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കും. ഇപ്പോൾ എനിക്ക് ഒരു ജോലി വേണം, അല്ലെങ്കിൽ കല്യാണം, അതിന് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കും. അത് ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പൈലോ കൊയ്ലോ മറ്റേ ആൽക്കമിസ്റ്റി പറയുന്ന പോലെ നമ്മൾ ഒരു കാര്യം ശരിക്കും ആ വാണ്ടിങ് എനർജി വരുമ്പോൾ പ്രപഞ്ചം അതിനായിട്ട് ഗൂഢാലോചന ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് ജോലി കിട്ടണം എന്നുള്ള ഒരു ശക്തമായ ഒരു യുവാവാണെന്ന് വെച്ചോളൂ, ഗ്രാജുവേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ PG കഴിഞ്ഞു, ഒരാൾക്ക് ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹം അയാൾ എഴുതിയിട്ടിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ എനർജി കൊടുക്കുമ്പോൾ അയാൾ പോകുന്ന ആ ഇൻ്റർവ്യൂ ഏറ്റവും അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമായിരിക്കും. അപ്പോൾ അയാൾക്ക് അത് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ആ യൂണിവേഴ്സുമായിട്ടൊരു ഒരു വഴി നമ്മൾ തുറന്നിടുകയാണ്, നമുക്ക് കിട്ടാനുള്ള സാധ്യത കിട്ടും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമുക്ക് എഴുതുക, നമ്മുടെ മകൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ വരുന്നൊരു ക്ലയൻറ്റിൻ്റെയോ ഒക്കെ കാര്യങ്ങൾ ഇതിൽ നമ്മൾ എഴുതിയിട്ട് ഈ പറഞ്ഞ പോലെ ചാർജ് ചെയ്ത് എല്ലാ ദിവസവും അതിൽ റേക്കി കൊടുത്തു കഴിയുമ്പോൾ അത് വർക്ക് ചെയ്യും. അതാണ് ഗോഡ് മാനിഫെസ്റ്റേഷൻ റേക്കിയിലെ മാർഗം. ഇറ്റ്സ് കൈൻഡ് ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ. നമുക്കപ്പോൾ അത് വീട്ടിൽ ചെയ്യാം. റേക്കി പഠിക്കുന്ന ഏതൊരാൾക്കും വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യമാണ്. വീട്ടിലിരുന്ന് ചെയ്യാം. ഡെയിലി നമ്മളത് ചാർജ് ചെയ്യണം. ഡെയിലി ചാർജ് ചെയ്യണം. റേക്കിയുടെ എനർജി ഒരു നേരെയെങ്കിൽ റേക്കിയുടെ ഊർജ്ജം കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആ വിഷ് ഉണ്ടാണ്, ആ വാണ്ടിങ് എനർജി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് യൂണിവേഴ്സിന് കൊടുക്കുന്നു. കംപ്ലീറ്റ് ആയിട്ട് യൂണിവേഴ്സിന് വിട്ടു കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. കാരണം യൂണിവേഴ്സ് നമുക്കെല്ലാം തരുന്നു.